പൈസലോ നമുക്കറിയാലോ, ഏത് പാവപ്പെട്ട ഈ കാലഘട്ടങ്ങളിൽ ഏത് പാവപ്പെട്ടവരാണെങ്കിലും ഒരു താമസിക്കാൻ വേണ്ടി പാർക്കാൻ വേണ്ടി ഒരു ഭവനം പണിയുന്നെങ്കിൽ പരമാവധി അവർ കോളം വാർത്ത ചെയ്യുള്ളൂ. ആണോ? നിറയെ പില്ലർ വാർത്ത അവർ ചെയ്യുള്ളൂ. ഒരു മുറിയാണെങ്കിലും സ്ട്രോങ് ആയിട്ടിരിക്കണം. ഒരു സാധനം വാങ്ങിയാലും ഒറിജിനല്ലേ വാങ്ങിക്കാൻ നിൽക്കുള്ളൂ, ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിക്കാൻ നിൽക്കുള്ളൂ. അല്പ പൈസ, എല്ലാവരും പറയും അല്പ പൈസ കൂടിയാലും ഒറിജിനൽ സാധനം വാങ്ങിക്കും. അടുത്ത് പണി ചെയ്യാൻ വരുന്ന ആൾക്കാരോട് പറയും അല്പ പണി കുറച്ച് നടന്നാൽ മതി, പക്ഷെ നീറ്റാ ചെയ്യണം, സ്ട്രോങ് ആയിട്ട് ചെയ്യണം അല്ലേ? അങ്ങനെയൊക്കെ പറയുന്നവര് കേൾക്കുന്നവരൊക്കെ അല്ലേ നമ്മള്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവവചനം സംബന്ധിച്ച് നമ്മള് സ്ട്രോങ് ആവണ്ടേ, ഒറിജിനൽ ആവണ്ടേ? ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടിരുന്നാ മതിയോ? നിലനിൽക്കുന്ന ഭവനത്തിന് അവകാശമാകണ്ടേ? സ്തോത്രം. നമ്മൾ ഒരുപാടൊന്നും വായിച്ച്, ഒരുപാട് പ്രസംഗിച്ച്, ഒരുപാട് പ്രവർത്തിച്ച് നമ്മൾ നാശത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. അല്പം ചെയ്താലും അത് വിശ്വസ്തതയോടെ, ഹല്ലേലൂയ, അത് പരമാർത്ഥതയോടെ, അത് അടിസ്ഥാനത്തോടെ, അതിന് പ്രതിഫലം വലുതാണ്. ലോകത്തിൽ വഴിയായിരിക്കാം, പക്ഷെ സ്വർഗത്തിൽ പ്രതിഫലം വലുതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആണ് ഗലാത്യയിലെ കൊരിന്ത്യയിലെ വെളിപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്, ഇനി പ്രിയമുള്ളവരെ വിളിച്ച 6-ാം അധ്യായത്തിലുള്ളവരെ കുറിച്ചാണ്. അതൊക്കെ പുറകോട്ട് വായിക്കുമ്പോൾ അറിയാൻ പറ്റും. ഇത് വായിക്കാം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി. അപ്പൊ വാഗ്ദത്തം എന്താണ്? നിത്യജീവനാണ്. യോഹന്നാൻ അപ്പോസ്തലൻ പറയും, ദൈവം നമുക്ക് തന്ന വാഗ്ദത്തമോ അത് നിത്യജീവനാകുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഇവിടെ പറയാം, ആ വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ വിശ്വസിച്ചാൽ പോരാ, പിന്നെ എന്ത് ചെയ്യണം? ജഡത്തിന്റെയും, ആത്മാവിന് മാത്രമല്ല, ജഡത്തിന്റെയും ആത്മാവിന്റെയും സകല കന്മഷവും, സകല അശുദ്ധിയും, സകല ദുർദോഷവും, സകല ഭിന്നതയും, സകല പിണക്കവും, സകല ക്രോധവും, സകല കുറ്റാരവും, അങ്ങനെ തുടങ്ങിയ സകല ജഡത്തിന്റെ രാഗമോഹങ്ങളെയും എന്ത് ചെയ്യണം? നീക്കണം. ജഡത്തിന്റെ സകല രാഗമോഹങ്ങളെ നീക്കണം. നമ്മളെ കൊണ്ട് കഴിയുമെന്നത് കഴിയില്ല. അവിടെ ദൈവ സാന്നിധ്യം ആവശ്യമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം, സ്തോത്രം. പക്ഷെ എന്തിനു വേണ്ടിയായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്? ജഡത്തിന്റെ രാഗമോഹങ്ങൾ നിറവേറാൻ വേണ്ടിയല്ല, ജഡത്തിന്റെ രാഗമോഹങ്ങൾ ആത്മാവിൽ നിന്നും ജഡത്തിൽ നിന്നും നീങ്ങി കിട്ടാൻ വേണ്ടി. സ്തോത്രം, സ്തോത്രം. അങ്ങനെ ജഡത്തിന്റെ രാഗമോഹങ്ങൾ നീങ്ങി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ, ഉപവസിക്കാൻ, ശുശ്രൂഷിക്കേണ്ട ഒരാൾ വന്നാൽ അയാൾക്ക് കാണിക്കട്ടോ? ആരെങ്കിലും കാണിക്ക് കൊടുക്കോ? ദശാംശം കൊടുക്കോ? ഓഹരി കൊടുക്കോ? സ്തോത്ര കാഴ്ച കൊടുക്കോ? പക്ഷെ ഭൗതിക അനുഗ്രഹം പ്രസംഗിച്ചാലോ എല്ലാം കിട്ടും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ എല്ലാം കിട്ടുന്ന ശുശ്രൂഷ അല്ല നമ്മൾ അനുഭവിക്കാനുള്ളത്. ലോകപ്രകാരം ഒന്നും കിട്ടിയില്ലെങ്കിലും നിത്യജീവൻ കിട്ടണം, നിത്യജീവന്റെ വചനം കിട്ടണം, നിത്യജീവന്റെ വാഗ്ദത്തം നമുക്ക് നിറവേറണം. അതിന് യോഗ്യമായ വിശുദ്ധി നമുക്ക് കിട്ടണം. അതിന് യോഗ്യമായി നമ്മൾ ചിന്തിക്കണം, ഗ്രഹിക്കണം, ഉപദേശം പഠിക്കണം. അടുത്ത് ഈ വാഗ്ദത്തങ്ങൾ 2 കൊരിന്ത്യർക്കുള്ള ലേഖനം, 2-ാം ലേഖനം 7-ാം അധ്യായം. നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിന്റെയും ആത്മാവിന്റെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അതിനോടൊപ്പമാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, 1-ാം അധ്യായം, സ്തോത്രം, വിളിച്ച വിശുദ്ധനൊത്തവണ്ണം എല്ലാ നടപ്പിലും പണ്ട് നമ്മുടെ അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ
പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 1 ലേഖനം 1 അധ്യായം 12 വാക്യം 14 വാക്യം. പണ്ട് നമ്മുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങൾ, അതാണ് ജഡമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപം, ഇതെല്ലാം നമുക്ക് നിറവേറണം. പക്ഷെ അത് പാപത്തിന്റെ പട്ടികയിലുള്ളതാണ്, അത് എതിർ ക്രിസ്തുവിന്റെ പക്ഷത്തുള്ളതാണെന്ന് നമുക്ക് അറിയില്ല, അല്ലേ? ഇപ്പൊ ഉദാഹരണം, നമുക്ക് പാർക്കാൻ ഒരു ഭവനം പണിയാണ്. അത് ആരുടെ പക്ഷത്തുള്ളതാണ്? എതിർ ക്രിസ്തുവിന്റെ പക്ഷത്തുള്ളതാണ് ഈ ഭവനം, അതോ നമ്മുടെ യേശു ക്രിസ്തുവിന്റെ പക്ഷത്തുള്ളതാണ്? നമുക്കൊരു ഭവനം പണിയണം, പാർക്കാൻ വേണ്ടിയാണ്. ആ ഭവനം എതിർ ക്രിസ്തുവിന്റെ പക്ഷത്തുള്ളതാണോ അതോ നമ്മുടെ സാക്ഷാൽ ക്രിസ്തുവിന്റെ പക്ഷത്തുള്ളതാണോ? അത് എതിർ ക്രിസ്തുവിന്റെ പക്ഷത്തുള്ളതാണ്. നമുക്കൊരു വാഹനം വേണം, അത് എതിർ ക്രിസ്തുവിന്റെ പക്ഷത്തുള്ളതാണ് വാഹനം, അതോ യേശു ക്രിസ്തുവിന്റെ പക്ഷത്തുള്ളതാണ്? നമ്മൾ മനസ്സിലായി, ഇതൊക്കെ അജ്ഞാനകാലം നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ ഇത് മനസ്സിലായി വരുമ്പോഴാണ് അജ്ഞാനകാലത്തിലുണ്ടായിരുന്ന ഇതൊക്കെയാണ് നമുക്ക് നിറവേറണമെന്നുള്ള പ്രാർത്ഥന, ഉപവാസം, വിശ്വാസം എല്ലാം. പക്ഷെ ജ്ഞാനത്തിലേക്ക് വരുമ്പോൾ ഈ കാണുന്നെല്ലാം താൽക്കാലികമാണ്, ഈ കാണുന്നെല്ലാം എതിർ ക്രിസ്തുവിന്റെ പക്ഷത്തുള്ളതാണ്. അപ്പോഴാണ് നമുക്ക് വേണ്ടേ? വേണ്ടെന്നല്ല പറയുന്നത്, നമുക്ക് ആവശ്യത്തിന് വേണം. ബിസിനസ് ആയാലും, വിദ്യാഭ്യാസമായാലും, ജോലിയായാലും, തൊഴിലായാലും, വാഹനമായാലും, പാർപ്പിടമായാലും, വസ്തുവകയായാലും, ഈ കൃഷി ഇടമായാലും നമുക്ക് ആവശ്യത്തിന് വേണം. പക്ഷേ നമുക്ക് ആവശ്യത്തിന് വേണം എന്ന് ഉള്ളപ്പോൾ തന്നെ അത് എതിർ ക്രിസ്തുവിന്റെ പക്ഷത്തുള്ളതാണ്. അത് എതിർ ക്രിസ്തുവിന്റെ പക്ഷത്തുള്ളതാണ്. ലോകപ്രകടന വിദ്യാഭ്യാസം അടക്കം എല്ലാ കാര്യങ്ങളും എതിർ ക്രിസ്തുവിന്റെ പക്ഷത്തുള്ളതാണ്. പക്ഷെ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമാണ്. അത് നേരെ ചെയ്യുക, വായിച്ചു. ഇടയ്ക്ക് ഹിന്ദുവിൽപ്പെട്ട ഒരാൾ പറഞ്ഞത്, നമ്മൾ ആരോടും ഒരു ഗ്ലാസ് ചായക്ക് നമ്മൾ കടപ്പെട്ടിരിക്കരുത്. നിവൃത്തികളിൽ നമ്മൾ കടപ്പെട്ടെന്ന് വരും, പക്ഷെ കടപ്പെട്ടിരിക്കരുത്. സൗജന്യമായി വാങ്ങിക്കൊടുക്കരുത്. സ്തോത്രം, സ്തോത്രം. കാരണം അതിനൊരു കണക്ക് ചോദിക്കുന്ന ദിവസം വരും, അതിന് കണക്ക് പറയുന്ന ദിവസം വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എന്താ ചോദിച്ചാൽ അതെല്ലാം എതിർ ക്രിസ്തുവിന്റെ പക്ഷത്തുള്ളതായതുകൊണ്ടാണ്. എതിർ ക്രിസ്തു എല്ലാം കണക്ക് ചോദിക്കും, എതിർ ക്രിസ്തുവിന്റെ ആൾക്കാരും കണക്ക് ചോദിക്കും. നമ്മളും ചിലപ്പോഴേ ചില കാര്യങ്ങൾക്ക് എന്ത് ചെയ്യും? കണക്ക് പറയും, കണക്ക് ചോദിക്കും, ഇടപ്രകാരമുള്ള പല കാര്യങ്ങൾക്കും. അപ്പൊ എതിർ ക്രിസ്തുവിന്റെ ഭരണപക്ഷ എവിടെ ഇരിക്കുന്നു? നമ്മിലുണ്ട്. ഇത് വാഗ്ദത്തത്തിന് വിരോധമാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ജഡത്തിന്റെയും ആത്മാവിന്റെയും സകല കൺവെൻഷനും നമുക്കുണ്ടോ ഇല്ലയോ? എതിർ ക്രിസ്തുവിന്റെ പക്ഷം ഉണ്ട്. അതാണ് ഈ കൺവെൻഷൻ, അശുദ്ധി. അപ്പൊ ഇതൊക്കെ തിരിച്ചറിയാനാണ് കൂട്ടായ്മ, പ്രാർത്ഥന, തമ്മിൽ പ്രബോധനം, സഹോദര പ്രീതി, അതിഥി സൽക്കാരം, ഇതെല്ലാം തിരിച്ചറിവ് പ്രാപിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം നമ്മളത് രക്ഷിക്കപ്പെട്ടു, ദൈവമക്കളാണ് നമ്മൾ. ഈ എതിർ ക്രിസ്തുവോട് യാതൊരു ബന്ധം നമുക്കില്ല. ഇതെല്ലാം വെറും തിരിച്ചറിവില്ലായ്മയാണ്, ജ്ഞാനമില്ലായ്മയാണ്, വെറും പോഷത്വമാണ്. പ്രൈസ് ദി ലോർഡ്. ജഡത്തിൽ വസിക്കുന്ന കാലത്തൊക്കെയും നാം എതിർ ക്രിസ്തുവിന്റെ പക്ഷക്കാരുമാണ്, ക്രിസ്തുവിന്റെ പക്ഷക്കാരുമാണ്. അത് ന്യായമല്ല, സത്യം അങ്ങനെയാണ്. ജഡത്തിൽ വസിക്കുന്ന കാലത്തൊക്കെയും ജഡപ്രകാരം നമ്മൾ എതിർ ക്രിസ്തുവിന്റെ പക്ഷക്കാരാണ്. അപ്പോൾ തന്നെ ആത്മാവ് സംബന്ധമായി ക്രിസ്തുവിന്റെ പക്ഷക്കാരാണ്. ഈ തിരിച്ചറിവ് നമ്മളിൽ ഇല്ലെങ്കിൽ നാം കുരുടന്മാരാണ്. കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും. പക്ഷെ തിരിച്ചറിവുണ്ടെങ്കിൽ ജഡത്തിന്റെയും ആത്മാവിന്റെയും സകല കന്മഷവും നീക്കി 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 ദൈവ ഭയത്തിൽ വിശുദ്ധിയിലേക്ക് പറ്റുക. അവിടെയാണ് പാട്ടുകാരൻ പറയുന്നത്, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക,
പ്രിയൻ വരുവാനിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാനിൻ താമസമേറെയില്ല. പ്രിയൻ വരുവാനിൻ താമസമേറെയില്ല. പക്ഷെ വചനത്തിന് പ്രിയം വയ്ക്കാത്തവർക്ക് യേശു ക്രിസ്തു പ്രിയനല്ല. ദൈവകൽപ്പനയിൽ പ്രിയം വയ്ക്കാത്തവർക്ക് യേശു ക്രിസ്തു പ്രിയനാകയില്ല. ആണെന്നൊക്കെ പറയും, പക്ഷെ അല്ല. സ്തോത്രം. അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനം ഒന്ന് വായിക്കാം. പണ്ട് നമ്മുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നമ്മെ വിളിച്ച ദൈവം വിശുദ്ധനാണ്, നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനുമാണ്. അപ്പോൾ വിശ്വസ്തനൊത്തവണ്ണം വിശുദ്ധനൊത്തവണ്ണം, അല്ലാതെ അവരവർക്കൊത്തവണ്ണമല്ല. ഭാര്യയ്ക്കോ ഭർത്താവിനോ മാതാപിതാക്കൾക്കോ ശുശ്രൂഷകനോ ഒത്തവണ്ണമല്ല. വിളിച്ച ദൈവം വിശ്വസ്തനാണെങ്കിൽ, വിശുദ്ധനാണെങ്കിൽ ആ വിളിച്ച ദൈവത്തിന് ഒത്തവണ്ണം. അപ്പോൾ പൗലോസ് അപ്പോസ്തലനും പത്രോസ് അപ്പോസ്തലനും ഒരുപോലെ പറയുക. ശേഷമുള്ള അപ്പോസ്തലന്മാർ ഇതുപോലെ തന്നെ പറയുന്നു. ഹല്ലേലൂയ. ഇതെല്ലാം അങ്ങ് മാറ്റി വെച്ചിട്ട് ഉപവാസവും പ്രാർത്ഥനയും ഭൗതിക നന്മയ്ക്ക് വേണ്ടി, ഭവനത്തിന് വേണ്ടി, വാഹനത്തിന് വേണ്ടി, തൊഴിലിന് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി, രോഗസൗഖ്യത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി എവിടെ പോയി അവസാനിക്കുന്നതൊക്കെ കാഴ്ചയാലുള്ളത് എന്നേക്ക് നിലനിൽക്കുന്നതാണോ? അത് താൽക്കാലികം. കാണുന്ന എല്ലാം താൽക്കാലികം. താൽക്കാലികത്തിന് വേണ്ടിയുള്ള വിശ്വാസവും പ്രാർത്ഥനയും ഉപവാസവും ആരാധനയും കൂടിവരവും നേർച്ചയും ഇതെല്ലാം എതിർ ക്രിസ്തുവിന്റെ പക്ഷമാണ്. തിരിച്ചറിയാത്തടത്തോളം ക്രിസ്തുവിന്റെ പക്ഷത്തിലേക്ക് നമുക്ക് മടങ്ങി വരാൻ കഴിയില്ല. അതുകൊണ്ട് ക്രിസ്തുവിന്റെ പക്ഷത്തിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടിയുള്ള തിരിച്ചറിവ് ദൈവം കൂട്ടായ്മയിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് പഠിക്കണം. ഇത് പഠിക്കാൻ നമുക്ക് ബുദ്ധി തുറക്കപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നമ്മെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി, കേട്ട് അനുസരിക്കുക, കേട്ട് ചെയ്യുക, അനുസരണമുള്ള മക്കളായി എല്ലാം നടപ്പിലും കിടപ്പിലും സംസാരത്തിലും വിശുദ്ധരാകണം. എന്നാലും വാഗ്ദത്തം പ്രാപിക്കാൻ പറ്റും. ഇതിനു വേണ്ടി ദാഹം, വിശപ്പ്, ഇതിനു വേണ്ടി ആഗ്രഹം, ഇതിനു വേണ്ടി ആർത്തി ഉണ്ടാകുന്നത്. സങ്കീർത്തനക്കാരൻ എന്താ പറയുന്നത്? ആർത്തി ഉള്ളവന് തൃപ്തി വരുത്തും, വിശപ്പുള്ളവന് നന്മകൾ കൊണ്ട് നിറയ്ക്കും. ഹല്ലേലൂയ. അപ്പൊ എത്രത്തോളം ദൈവത്തിന്റെ ആത്മീയ നല്ല ദാനങ്ങളെ വെളിപ്പെടുത്തി തരുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് നമ്മൾ കുരുടന്മാരായിട്ടിരിക്കേണ്ടവരില്ല. നമ്മൾ കാഴ്ചയുള്ളവരായിരിക്കണം. ഉറങ്ങുന്നവരായിട്ടിരിക്കേണ്ടവരില്ല, ഉണർവുള്ളവരായിരിക്കണം. അത് എഫെസ്യർ നമ്മൾ വായിച്ചത്. ആകയാൽ ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉണർന്ന് എഴുന്നേൽക്കാം. Praise the Lord. Praise the Lord. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. കാരണം നമ്മുടെ ദൈവം മരിച്ചവരുടെ ദൈവമല്ല, നമ്മുടെ ദൈവം ജീവനുള്ളവരുടെ ദൈവമാണ്. Praise the Lord. എന്ന് പറഞ്ഞാൽ ജഡത്തിന്റെ ചിന്തയിൽ പ്രസംഗിക്കുന്നവരുടെ ദൈവമല്ല നമ്മുടെ ദൈവം. ജഡീക വിശ്വാസത്തിൽ നടക്കുന്നവരുടെ ദൈവമല്ല നമ്മുടെ ദൈവം. കാരണം ജഡത്തിന്റെ ചിന്ത മരണമാണ്. ജഡീയ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നവരുടെ ദൈവമല്ല നമ്മുടെ ദൈവം. അപ്പോൾ നമ്മുടെ ദൈവത്തിനും ജഡീക കാര്യങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ദൈവത്തിനും തമ്മിൽ വ്യത്യാസമുണ്ട്. ജഡീയ കാര്യങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ദൈവം ഈ ലോകത്തിലെ ദൈവമാണ്. അത് അവിശ്വാസികൾ അത് ചെയ്യുള്ളൂ. അവരുടെ കണ്ണ് കുരുടായിക്കൊണ്ടിരിക്കും. എന്നാൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവർ ആ ദൈവത്തിന്റെ ജനമല്ല, പിന്നെയോ ഏക സത്യ ദൈവത്തിന്റെ ജനം. ആ ദൈവം ജഡീക അനുഗ്രഹത്തിന്റെ വിശ്വാസത്തിൽ നടക്കുന്നവരുടെ ദൈവം അല്ല. പ്രത്യുത
വചനത്തിൽ പ്രിയം വയ്ക്കുന്നവരുടെ ദൈവമാണ്. ആമേൻ. ജീവനുള്ള ദൈവം, നമ്മുടെ ജീവനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതിന് തക്കവണ്ണം നമ്മുടെ മനസ്സങ്ങ് മാറും, മനസ്സങ്ങ് പുതുക്കം പ്രാപിക്കും. അതാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്, എഴുന്നേൽക്കുക, പ്രകാശിക്കുക. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുകയാണ്. യഹോവയുടെ തേജസ് ഉദിച്ചിരിക്കുക. അനന്തരഫലമായി ഓർത്തോളം അന്ധകാരം ഭൂമിയെയും ഭൂമിയുടെ ജാതികളെ മൂടുകയാണ്. അതുകൊണ്ട് ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, ജാതികളെ പോലെ പ്രാർത്ഥിക്കരുത്, ജാതികളെ പോലെ ഭയപ്പെടരുത്. യിരെമ്യാ പ്രവചനത്തിലൂടെ പ്രബോധനത്തിലെ അക്ഷയിൽ കൂടെ ഒരല്പം ചിന്ത വെളിപ്പെട്ടു വന്നു. ആകാശത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടെന്ത് ചെയ്യരുത്, ജാതികളുടെ വഴി പഠിക്കരുത്. ജാതിയുടെ വഴി പഠിക്കരുത്. ആകാശത്തിലെ ലക്ഷണങ്ങൾ കണ്ട് ഭ്രമിക്കരുത്. ആകാശത്തിന്റെ ലക്ഷണങ്ങൾ കണ്ട് എന്ത് ചെയ്യരുത്, ഭ്രമിക്കരുത്. ജാതികളല്ലോ അവ കണ്ട് ജാതികളല്ലോ അത് കണ്ട് ഭ്രമിക്കുന്നു. ജാതികളുടെ ചട്ടങ്ങൾ മിഥ്യാമൂർത്തിയാണ്. ജാതിയുടെ ചട്ടങ്ങൾ മിഥ്യാമൂർത്തിയാണ്, മിഥ്യയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ജാതിയുടെ ചട്ടം ഉപസിച്ച് പ്രാർത്ഥിച്ച ദൈവമുണ്ട്. ജാതിയുടെ ചട്ടം എന്താ? ദൈവത്തോട് പ്രാർത്ഥിച്ച രോഗം സംഭവിച്ചിട്ട്, അതല്ല ജാതിയുടെ ചട്ടം. സ്തോത്രം. ഇതെല്ലാം ക്രിസ്തീയ ലോകത്തിൽ ക്രിസ്ത്യാനിയുടെ ചട്ടമായി നിൽക്കുകയാണ്. അതായത് ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ജാതികളാണ്, മരമുട്ടികളാണ്, വിദ്യാമൂർത്തിയാണ്. ഈ ലോകത്തിലെ ദൈവമാണ് അവരുടെ ദൈവം. അതായത് അവരുടെ ദൈവമായ അവർ ഭൂമിയിലുള്ളത് ലജ്ജയായതിനവർക്ക് മാനം. പക്ഷെ നമ്മുടെ ദൈവം, നമ്മുടെ ദൈവം സ്വർഗ്ഗത്തിൽ, നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്, ജീവനായ ദൈവമാണ്, ജീവനുള്ളവരുടെ ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. കർക്കശമായി പറയുവാൻ നമ്മുടെ നാവുകൾ ചലിക്കപ്പെടണം, അന്തരംഗം ചലിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ജീവനുള്ള ജീവനായ ദൈവത്തിന്റെ സാക്ഷിയായി മാറണം. സ്തോത്രം. അതിന് യോഗ്യമായ വിധത്തിലാണ് പ്രവാചകന്മാരിൽ കൂടെയും ദൈവം പ്രവചനം വെളിപ്പെടുത്തിയത്. നമ്മുടെ ഇഷ്ടത്തിന് പ്രവചനം കോട്ടി കളയ്ക്കാനല്ല, അത് നമ്മുടെ നാശം. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമലേഖനം 5 വരുമ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോട് പിണങ്ങിയാലോ? ഇണങ്ങാൻ വഴിയൊരുക്കുന്ന ക്രിസ്തുവാണ്. ദൈവത്തോട് പിണങ്ങുക എന്ന് പറഞ്ഞാൽ വചനത്തോട് പിണങ്ങുക. വചനത്തോട് പിണങ്ങുന്നവർക്ക് ബൈബിൾ വായിക്കേണ്ട അനുവാദമുണ്ടോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അടുത്ത് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്. എങ്ങനെയാണ് ആ കൃപയിൽ എത്തിയത്? നീതിയിലെ വിധികളെ പഠിച്ചതുകൊണ്ടാണ്. നീതി പഠിക്കാൻ വേണ്ടി കൃപ കാണിക്കുന്ന നീതി പഠിച്ചപ്പോൾ കൃപ കിട്ടി. അതാണ് കൃപയെ നിൽക്കുന്നത്. പഠിക്കാത്തൊരു കൃപയെ നിൽക്കാൻ പറ്റില്ല. എല്ലാവരും പറയും നമ്മളെല്ലാം കൃപയിലാണ് നിൽക്കുന്നത്. കൃപയിൽ ഒരു കൃപയിലും അല്ല നിൽക്കുന്നത്. നിൽക്കുന്ന ഭൂമിയിൽ ചെരുപ്പിട്ടാണ് നിൽക്കുന്നത്. പറയും കൃപയിൽ നിൽക്കണം. വാ തുറന്നാലോ ആ വാ പാതാളത്തിന്റെ വാതിലായി. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ കാര്യങ്ങളല്ലാതെ അവർ വായിന്ന് പുറത്തു വരും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലായിട്ട് ഉമ്മ കൃപയിൽ നിൽക്കുന്നു, വിശ്വാസത്തിൽ നിൽക്കുന്നു. ഉമ്മ പറഞ്ഞാൽ പോരാ, ഇതിനെല്ലാത്തിനും തെളിവുണ്ട്. കൃപയിൽ നിൽക്കുന്നു, അതിന് തെളിവുണ്ട്. വിശ്വാസത്തിൽ നിൽക്കുന്നു, അതിന് തെളിവുണ്ട്. എല്ലാം ഫലമാണ് അതിന്റെ തെളിവുകൾ. നമ്മൾ അങ്ങനെ അല്ലെങ്കിൽ സമ്മതിക്കുക. പരാജയം സംബന്ധിച്ച ദൈവം സാക്ഷി നമുക്ക് വേണ്ടി തുണയ്ക്കും, നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഹല്ലേലൂയ. സമ്മതിച്ചില്ലെങ്കിൽ പ്രവർത്തിക്കില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇതിന്റെ പ്രവർത്തനം 2-ാം അധ്യായം വായിക്കാം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടാകുന്നാൽ നീ ചെന്ന് യെരൂശലേം കേൾക്കെ വിളിച്ചു പറയേണ്ടത്
യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ച് നടന്ന നീ എന്നെ അനുഗമിച്ചു നടന്ന യൗവനത്തിലെ ഭക്തിയും യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. വിവാഹം നിശ്ചയിച്ച കാലത്തുള്ള സ്നേഹത്തെ ഞാൻ ഓർക്കുന്നു. ഇസ്രായേൽ യഹോവയ്ക്ക് വിശുദ്ധവും. ഈ വിവാഹം നിശ്ചയം നമുക്കറിയാലോ, കൊന്തയിലേക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന വിവാഹം നിശ്ചയം ഇവിടെ സൂചിപ്പിക്കുന്നു. ക്രിസ്തു എന്ന ഏക പുരുഷൻ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യുന്ന കാര്യമാണ്. സ്തോത്രം. ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യുന്നത് തോന്നിയവാസം നടക്കുന്നവരല്ല, വചനത്തിൽ പ്രിയം വയ്ക്കുന്നവരെ. അടുത്ത് മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ച് നടന്ന നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. വിവാഹം നിശ്ചയിച്ച കാലത്തുള്ള സ്നേഹത്തെ ഞാൻ ഓർക്കുന്നു. ഇസ്രായേൽ യഹോവയ്ക്ക് വിശുദ്ധവും. ഇസ്രായേൽ യഹോവയ്ക്ക് വിശുദ്ധവും യഹോവയുടെ വിളവിന്റെ ആദ്യഫലവുമാകുന്നു. യഹോവയുടെ വിളവിന്റെ ആദ്യഫലമാകുന്നു. അവനെ തിന്നുകളയുന്നവരൊക്കെയും കുറ്റക്കാരായി അങ്ങനെ അവരെ ഉപദ്രവിക്കുന്നവരെല്ലാം കുറ്റക്കാരായി മാറും. അവർക്ക് ദോഷമെന്ന് ഭവിക്കും. അവർക്ക് ദോഷമെന്ന് ഭവിക്കും എന്നായിരുന്നു യഹോവയുടെ അരുളപ്പാട്. എന്നായിരുന്നു ദൈവത്തിന്റെ അരുളപ്പാട്. ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി ദൈവം തുണയ്ക്കുകയാണ്. അവരെ ഉപദ്രവിക്കുന്നവർക്ക് ദോഷമെന്ന് ഭവിക്കുമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുകയാണ്. അടുത്ത് യാക്കോബ് ഗ്രഹവും യാക്കോബ് ഗ്രഹവും ഇസ്രായേൽ ഗ്രഹത്തിലെ സകല വംശങ്ങളുമായുള്ളവരെ ഇസ്രായേൽ ഗ്രഹത്തിലെ സകല വംശങ്ങളുമായുള്ളവരെ യഹോവയുടെ അരുളപ്പാട് കേട്ടുകൊള്ളുവിൻ. യഹോവയുടെ അരുളപ്പാട് കേട്ടുകൊള്ളുവിൻ. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ വിട്ടകന്ന് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ വിട്ടകന്നു. മിഥ്യാമൂർത്തികളോട് ചേർന്ന്. അപ്പൊ ദൈവവചനത്തെ വിടുമ്പോൾ എവിടെ ചേരുകയാ? എവിടെയെങ്കിലും ഒരിടത്ത് ചേർന്നാ പറ്റൂ. എവിടെയെങ്കിലും ഒരിടത്ത് മനുഷ്യൻ ചേരും, മനുഷ്യന്റെ മനസ്സ് ചേരും. ഒന്ന് വിട്ടാൽ വേറൊന്നിനോട് ചേരും. സ്തോത്രം, സ്തോത്രം. ലോക ചിന്ത വിട്ട ദൈവചിന്തയിൽ ചേരും. ദൈവചിന്ത വിട്ടാൽ ലോകചിന്തയിൽ ചേരും. ഏതിനോടെങ്കിലും ഒന്നിന് ചേരും. അപ്പോഴവിടെ പറയുന്ന പിതാക്കന്മാർ എന്ത് ചെയ്തു? ദൈവവചനത്തെ വിട്ടകന്നു. അനന്തര ഫലമായി അവരെവിടെ ചേർന്നു? മിഥ്യാമൂർത്തികളോട് ചേരുകയാണ്. ഇതാണ് ജാതികൾ. ജാതികളെ ജൽപ്പനം ചെയ്യുമ്പോൾ നമ്മൾ ജൽപ്പനം ചെയ്താൽ നാം ആരാണ്? മിഥ്യാമൂർത്തിയെ സേവിക്കുന്നവരാ, ദൈവത്തെ വിട്ടകന്നവരാ. ഇത് പഠിപ്പിക്കാൻ, പ്രബോധിപ്പിക്കാൻ, പ്രവചനമായി വെളിപ്പെടുത്താൻ പെന്തക്കോസ്തിനകത്ത് ശുശ്രൂഷകരില്ല എങ്കിൽ ജനം എന്ത് ചെയ്യും? ഹല്ലേലൂയ. അത് ഇതൊക്കെ അന്ന് ഇരമ്യാ പ്രവാചകൻ പ്രവചിച്ച ആ കാലത്തുള്ളത് എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇന്നും ദൈവവചനത്തെ വിട്ട് പോണവരെല്ലാം മിഥ്യാമൂർത്തിയോട് ചേരുക. മിഥ്യാമൂർത്തി ഇന്നും ഉണ്ട്. ദൈവവചനം ഇന്നുണ്ടെങ്കിൽ അതിന് എതിർ കക്ഷി ഇന്നുണ്ട്. അന്നും ദൈവവചനം ഉണ്ടെങ്കിൽ അന്ന് എതിർ കക്ഷി ഉണ്ടായിരുന്നു. ഇന്നും അതുപോലെ, നാളെയും അങ്ങനെ. അടുത്ത് വ്യർത്ഥന്മാരായി തീരുവാൻ തക്കവണ്ണം അവര് എന്നിൽ എന്തൊരു അന്യായം കണ്ടുവെന്ന് ദൈവം ചോദിക്കുകയാണ്. നിങ്ങളുടെ പിതാക്കന്മാരോട് ചോദിക്കുക, നമ്മുടെ പിതാക്കന്മാരോട് ചോദിക്കുക, ഒപ്പം നമ്മോട് ചോദിക്കുക. ദൈവത്തിന്റെ വചനം വിട്ടുമാറത്തക്കവണ്ണം ദൈവത്തിൽ നമ്മൾ എന്ത് അന്യായം കണ്ടു? എന്തെങ്കിലും കണ്ടോ? എന്ത് കണ്ടു? എന്തെങ്കിലും കണ്ടോ? പറയുന്നുണ്ടോ? യേശുക്രിസ്തു പറഞ്ഞില്ലേ, ആർക്ക് എന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്താം? എനിക്ക് എന്ത് അനീതി ഉണ്ടെന്ന് ആർക്ക് ബോധം വരുത്താൻ പറ്റുമോ? യേശുക്രിസ്തു ചോദിക്കണം തന്നെ, യേശുക്രിസ്തുവിനെ കുറിച്ച്. അതുപോലെ ഇവിടെയും ചോദിക്കണം, ദൈവത്തിൽ എന്ത് അന്യായം കണ്ടിട്ടാണ് നമ്മുടെ പിതാക്കന്മാര് വിഗ്രഹത്തെ തേടി പോയത്, അന്ധവിശ്വാസത്തിലേക്ക് പോയത്, അധർമ്മത്തിലേക്ക് പോയത്, മിഥ്യാമൂർത്തിയിലേക്ക് പോയത്, തന്നിഷ്ടത്തിലേക്ക് പോയത്? ദൈവത്തിൽ എന്ത് അന്യായം കണ്ടു? ദൈവത്തിനെ പ്രസംഗിക്കുന്നവരിൽ പല അന്യായം കണ്ടാണ്. അത് പറഞ്ഞാൽ ദൈവത്തെ വിട്ട് പഠനം. ദൈവവചനം പ്രസംഗിക്കുന്നവരിൽ പല അന്യായങ്ങൾ കണ്ടെന്നവരാ. എന്നാൽ ദൈവവചനം വിട്ടെന്തിനു പോണം? ദൈവവചനം പ്രസംഗിക്കുന്ന ഓരോ വ്യക്തിയിലും ഞാൻ അന്യായം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവരെ നീ വിട്. പക്ഷെ വചനത്തെ എന്തിനു വിടണം? സ്തോത്രം, സ്തോത്രം.
അപ്പൊ ഈ ചോദ്യം നമ്മോട് ചോദിക്കുക, നമുക്ക് കേൾക്കേണ്ട ചെവിയുണ്ടോ? നാം ഏതെല്ലാം സമയങ്ങളിൽ സന്ദർഭങ്ങളിൽ വചനം വിടുന്നുവെങ്കിൽ ആ സന്ദർഭത്തിൽ നമ്മൾ മിഥ്യാമൂർത്തിയോട് ചേരുക. ഉടനെ ശബ്ദം വരികയാണ്. ഈ ശബ്ദം രാത്രി ദർശനങ്ങളിലൊക്കെ ഈ ശബ്ദം കേട്ടോണ്ടല്ലോ. ഇന്ന് രാത്രി ദർശനങ്ങളിലൊക്കെ ഭയങ്കര ഭക്തിയുള്ള അപ്പന്മാരൊക്കെ കേൾക്കുന്ന ശബ്ദമൊക്കെ എന്തെന്നറിയാം. നിന്റെ യാത്രയിലാണ് അപകടം ഇതാ മുമ്പിൽ വെക്കാൻ പെട്ടെന്ന് വെച്ചത് പ്രാർത്ഥിക്കുന്നത്. ഇത് യാഥാർത്ഥ്യമാകും, ദൈവാത്മാവും. നമ്മളൊക്കെ അങ്ങനെ ദൈവാത്മാവെന്ന് വിശ്വസിക്കും. Praise the Lord. Praise the Lord. ഈ ലോകപ്രകാരം വരുന്ന അപകടങ്ങൾ വെളിപ്പെടുത്തി തരുന്ന ഒന്നും ദൈവാത്മാവിന്റെ നിയോഗത്തിലുള്ളതല്ല. ദൈവാത്മാവിന്റെ നിയോഗത്തിലുള്ളത് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തി തരിക എന്നതാണ്. ഈ ലോകത്തിലെ അപകടങ്ങളും കഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും ഭാരങ്ങള് ഇതെല്ലാം ഈ ലോകത്തിന് ശേഷിക്കുന്നത് തന്നെയാണ്. അതെല്ലാം നമ്മൾ അനുഭവിച്ച് തന്നെ യാത്ര ചെയ്യേണ്ടി വരും. അതെല്ലാം എതിർ ക്രിസ്തുവിന്റെ പക്ഷത്തുള്ളതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവിടെയല്ല അതിൻ്റെതായ ഒരു സൂക്ഷ്മത നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണമെന്ന് മാത്രം. ഹല്ലേലൂയ. എന്നാൽ അതിനേക്കാൾ അപ്പുറമായ സൂക്ഷ്മത നമ്മൾ ദൈവവചനത്തിൽ ഉള്ളവരാകണം. എന്നാൽ മാത്രമേ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് സമാധാനം ആചരിക്കാൻ പറ്റൂ. അടുത്ത് റോമലേഖനം. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് യേശുക്രിസ്തു മുഖാന്തരം വിശ്വാസത്തിന് പ്രവേശനം ലഭിച്ചു. ആർക്ക്? വിശ്വസിച്ചവർക്ക്, വിശ്വാസത്തിൽ നിലനിന്നവർക്ക്, ഈ ലോക അനുഗ്രഹങ്ങൾ കെട്ടി നിന്നവർക്കല്ല പ്രവേശനം കിട്ടുന്നത്. കാഴ്ചയാലുള്ള അനുഗ്രഹത്തിൽ നിൽക്കുന്നവർക്കല്ല ഈ പ്രവേശനം കിട്ടുന്നത്. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കാൻ വേണ്ടി പിന്നിലുള്ളത് മറന്ന് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ശ്രദ്ധയോടെ ഓടുവണ്ടൊക്കെ വണ്ണം സ്ഥിര മനസ്സോടെ യഹോവയിൽ ആശ്രയം വയ്ക്കുന്നവർക്കാണ് അത് ലഭിക്കുന്നത്. അതിന് യെശയ്യാപ്രവചനം 26 പറയുന്നത് സ്ഥിരമാനസ് യഹോവയിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് ദൈവം അങ്ങനെയുള്ളവരെ പൂർണ്ണ സമാധാനത്തോടെ സൂക്ഷിക്കും. പ്രാർത്ഥിക്കുന്നവരെ സൂക്ഷിക്കുന്നല്ല, ആശ്രയം വയ്ക്കുന്നവരെ. നമുക്ക് ആശ്രയം വയ്ക്കുന്നവരെ പ്രാർത്ഥിക്കും. എന്തിനോട് പ്രാർത്ഥിക്കും? ഇഹലോക കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാവരുടെ പ്രാർത്ഥന. അവരുടെ പ്രാർത്ഥന ആ ദൈവരാജ്യത്ത് എത്തിച്ചേരുന്നതിന് തടസ്സമായിട്ടുള്ളതെല്ലാം മാറും. അടുത്ത് നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ ആനന്ദിക്കുന്നു. അത് മാത്രമല്ല, എവിടെ ആനന്ദിക്കുന്നു? ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ. അപ്പൊ ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ ആനന്ദിക്കണമെങ്കിൽ അവരാരായി മാറി? നമുക്ക് ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ ആനന്ദിക്കാൻ കഴിയുന്നുണ്ടോ? എന്തുകൊണ്ട് കഴിയുന്നില്ല? പഠിച്ച് വിജയിച്ച വിദ്യാർത്ഥികൾ അവരാനന്ദിക്കും. പഠിച്ച് തോറ്റ വിദ്യാർത്ഥികൾ അതിലാനന്ദിക്കും. വിജയത്തിൽ ആനന്ദിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ പ്രത്യാശയിൽ നമുക്ക് എന്തുകൊണ്ട് ആനന്ദിക്കാൻ കഴിയുന്നില്ല? ആനന്ദിക്കുന്നവരാണോ? കഴിവില്ലാതിരിക്കെ ചുമ്മാ ആനന്ദിച്ച കാര്യമില്ല. അതിന് തലയ്ക്ക് വട്ടെന്ന് പറയും. ആനന്ദിക്കാൻ കഴിവ് വേണം, ആനന്ദിക്കേണ്ട അർഹത വേണം, അതിന്റെ പ്രാപ്തി വേണം, ആനന്ദിക്കാൻ വേണം. എന്നല്ലേ സുബോധമുള്ളൂ. അല്ലെങ്കിൽ സുബോധം ഇല്ലെന്ന് പറയും. അടുത്ത് അത് മാത്രമല്ല കഷ്ടത സഹിഷ്ണുതയെയും പ്രത്യാശയെയും എന്ത് ചെയ്യുന്നു? ഉളവാകുന്നല്ല. കഷ്ടതയിൽ ചട്ടം പഠിച്ചാൽ പഠിക്കുന്ന ചട്ടം മുഖാന്തരം സഹിഷ്ണുതയുള്ളവരാണ്. എങ്ങനെ ചട്ടം പഠിക്കാൻ കൊണ്ടങ്ങ് താഴും.
അർഹതയില്ല എന്ന് പറഞ്ഞ താഴ് ആ സ്ത്രീ താങ്ങുന്നതുപോലെ നായ്ക്കുട്ടികളും യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്കികൾ തിന്ന് വിശപ്പടക്കുമല്ലോ എന്ന് പറഞ്ഞ താഴ്. മക്കൾ കൊടുക്കുന്ന അപ്പം നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കില്ല എന്നൊരു സ്ത്രീയെ നോക്കി പറഞ്ഞത് ഒരാളുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് മാത്രമാണ്. ആ ഭാവം അങ്ങനെ നമുക്കുണ്ടാവണമെന്നല്ലേ. അല്ലാതെ ഇങ്ങനെ കൃഷിക്കാൻ വേണ്ടി പിടിക്കാൻ ആ സമയമായപ്പോൾ രോമം കത്തിരിക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാലിനെ പോലെ മിണ്ടാൻ അത് മാത്രമാണ് നമുക്ക് വേണ്ടത്. അത് വേണം, അത് മാത്രമാണ് നമുക്ക് വേണ്ടത്. അതിന് മുൻപ് എന്തൊക്കെ കർത്താവ് പ്രതികരിച്ചിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടോ, വീര്യം കാണിച്ചിട്ടുണ്ടോ, അതൊക്കെ നമുക്ക് വേണം. നമ്മെ ക്രൂശിക്കുന്ന ഒരു സമയം വരും. നമുക്ക് ശരീരം വിട്ട് മാറ്റപ്പെടേണ്ട സമയം വരും. അപ്പോഴും നമ്മൾ എങ്ങനെയാവണം? അപ്പോഴും നമ്മള് രോമം കത്തിരിക്കുന്ന കുഞ്ഞാടികളെ പോലെ ആകണം. പക്ഷെ അതുവരെ ജീവനുള്ളവരായിരിക്കണം, പാപത്തോട് പോരാടുന്നവരായിരിക്കണം, പ്രതികരിക്കുന്നവരായിരിക്കണം, യുദ്ധത്തിൽ നിൽക്കുന്നവരായിരിക്കണം സൈന്യമായി. കഴുത്ത് കണ്ടിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി മറുപടി ചോദിച്ചിട്ടാണ് കൂടെ പെയ്യുന്നത്. ചുമ്മാ കൂടെ പെയ്യില്ല. രോമം കത്തിരിക്കാൻ കൊണ്ടാണ് കുഞ്ഞാളിനെ പോലെ കരകരത്തിലാക്കിയപ്പോൾ ചോദിച്ചിട്ട് അധികാരികൾ എന്ത് അധികാരത്തിലാണെന്ന്, ഏത് കുറ്റത്താലാണ് ഇതെന്നത് എന്നുള്ളവർ പഠിപ്പിക്കുന്നത്. അവരെ ശിക്ഷിക്കണമെങ്കിൽ നമ്മൾ എതിർക്കണ്ട. പക്ഷെ ചോദിക്കണം ഏത് അധികാരത്തിൽ, ഏത് കേസ്, എന്താ വകുപ്പ്. ഇതിനൊക്കെ നമ്മൾ പ്രാപ്തന്മാരല്ല. ഇന്ന് പ്രാപ്തന്മാരാകണം. ഹല്ലേലൂയ. ആ പ്രാപ്തി നമ്മുടെ സ്വന്തമല്ല. ആ പ്രാപ്തി നമ്മുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമാണ്. പക്ഷെ ആ ദാനം നമ്മൾ പ്രാപിക്കണം. പ്രതികരിക്കേണ്ട പ്രാപ്തി നമ്മുടെ സ്വന്തമല്ല. അത് നമ്മൾ പ്രാപിക്കണം. നമുക്ക് എല്ലാവർക്കും ഇല്ലെന്നല്ല, കുറേശ്ശെ ഉണ്ട്. പക്ഷെ എങ്കിൽ നമുക്കൊരു പേടിയാണ്. പാവമാണോ അങ്ങനെ പേടിക്കുന്നവരില്ലേ? പ്രതികരിക്കുന്നവരുണ്ട്. പക്ഷെ അതിന്റെ മറുഭാഗത്തൊരു പേടി. അങ്ങനെ ചോദിച്ചാൽ പ്രതികരിച്ച പാവമല്ലേ അല്ലേ? അറിയില്ല പാവമല്ലേ? അത് പാവമല്ലേ? അവരെ പാവമല്ല, ഞാൻ ചെയ്യുന്നത് പാവമല്ലേ എന്ന്. സത്യത്തിന് വേണ്ടി പ്രതികരിക്കുന്നത് പാപം അല്ല, അത് നീതിയാണ്, അത് ദൈവ ഇഷ്ടമാണ്. അതിനോട് എതിർക്കുന്ന ശുശ്രൂഷകൻ ദൈവസന്നിധിയിൽ ഒന്നുമല്ല, ഒരുത്തരുമല്ല. Praise the Lord. അടുത്ത പ്രത്യാശയുളവാക്കുന്നു എന്നറിഞ്ഞ് നാം ഘട്ടങ്ങളിൽ എന്ത് ചെയ്യുക? പ്രശംസിക്കുക. ഇത് അറിവില്ലാതെ പ്രശംസിച്ചാലോ? അല്ല, പ്രശംസിക്കുന്നവരുടെ കഷ്ടതയിൽ സംഭവം ഒന്നും അറിയില്ല, ഒരു തിരിച്ചറിവില്ല. പ്രത്യാശയാണ് കഷ്ടത. അതെന്താ ഗുണം? ഇയാൾക്ക് പ്രത്യാശയില്ലേ? അല്ല, തിരിച്ചറിവില്ലാതെ പ്രത്യാശയില്ലാതെ ഒരു ഗുണമില്ല. തിരിച്ചറിവ് പ്രാപിച്ച് പ്രത്യാശ. അതിനുവേണ്ടിയാണ് ദൈവവചനത്തിൽ പ്രിയമുള്ളവരാണ്, ദൈവ കൽപ്പനയിൽ പ്രിയമുള്ളവരാണ്. ഹല്ലേലൂയ. എന്നാൽ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഉണരാൻ പറ്റും, എഴുന്നേൽക്കാൻ പറ്റും. അനന്തരഫലമായിട്ട് ക്രിസ്തു നമ്മളിൽ പ്രകാശിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഉറങ്ങുന്നവരെ ഉണർന്ന് ആത്മീക ചിന്തയില്ലാത്തവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. അവിടെ യെശയ്യാ പ്രവചനം വരണം. എഴുന്നേൽക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുക. എഴുന്നേറ്റ് പ്രകാശിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഇപ്പൊ ഈ വചനമൊക്കെ നമ്മൾ ഇങ്ങനെ പ്രകാശിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു ഭൗതിക അനുഗ്രഹത്തിന് ശുശ്രൂഷകൻ ഇവിടെ വന്ന് പ്രസംഗിച്ചെങ്കിൽ വചനത്തിന്റെ പ്രകാശം വരുമോ? സ്തോത്രം.
ഹല്ലേലൂയ. എന്നാൽ ദൈവവചനത്തിന് പ്രിയമുള്ള ഒരു ശുശ്രൂഷകനാണ് ഇവിടെ ശുശ്രൂഷിച്ച് നമുക്ക് വചനത്തിന്റെ പ്രകാശനം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കുകയാണ്. പാപത്തെ കുറിച്ചുള്ള ഉണർവ്, പാപത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. ഹല്ലേലൂയ. പൊടി കുടഞ്ഞ് എഴുന്നേൽക്കുകയാണ്. സഹോദരൻ, ഇതൊക്കെ ശുഭഭാവിക്ക് വേണ്ടിയുള്ള യാത്രകളാണ്. അടുത്ത അതുകൊണ്ട് ഉറങ്ങുന്നവരെ ഉണർന്ന് മനുഷ്യരുടെ ഇടയിൽ എഴുന്നേൽക്കുക. എന്നാൽ ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കും. എന്നാൽ ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കും. ഇല്ലെങ്കിലോ ഈ വാക്യം വായിച്ചെന്നെ പ്രകാശിക്കില്ല. ഈ ഉണരാന് എഴുന്നേൽക്കാൻ തിരിച്ചറിവാണ്. തിരിച്ചറിവുണ്ടെങ്കിൽ എഴുന്നേൽക്കാൻ പറ്റുമെന്നല്ല പ്രകാശിക്കുള്ളൂ. അടുത്ത് ആകയാൽ സൂക്ഷ്മത്തോടെ അടുത്ത് ഇത് എന്നതിന് ശേഷമുള്ള കാര്യമാണ്. ക്രിസ്തു പ്രകാശിച്ചു തുടങ്ങിയാലുള്ള കാര്യമാണ്. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല. നേരത്തെ വായിച്ചില്ലേ, നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ ഇവിടെ പറയുന്നു അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായി നടക്കാൻ നോക്കണം. അജ്ഞാനിയായി നടക്കുന്നുണ്ടെങ്കിൽ ജഡാഭിലാഷത്തിന് വേണ്ടിയുള്ള യാത്രയായിരിക്കും. ജ്ഞാനത്തോടെ ജീവിക്കുന്നെങ്കിൽ ആത്മീയാഭിലാഷത്തിന്റെ യാത്രയായിരിക്കും. നമുക്ക് ഏത് യാത്രയാണ് പ്രാർത്ഥനയിലുള്ളത്? ജഡാഭിലാഷത്തിന്റെ യാത്ര എതിർ ക്രിസ്തുവിന്റെ പക്ഷമാണ്. ആത്മീയാഭിലാഷത്തിന്റെ യാത്ര യേശു ക്രിസ്തുവിന്റെ പക്ഷമാണ്. നമ്മൾ ഏത് പക്ഷത്തിൽ നിൽക്കണം? നമ്മുടെ ബലഹീനതയിൽ എന്ന് പറയട്ടെ, നമ്മൾ ഇരുപക്ഷത്തും കൂടി നിൽക്കുക. അപ്പൊ ഇരുപക്ഷത്തും കൂടി നിൽക്കുന്നു എന്ന കാരണത്താൽ ഇരുമനസ്സാണ്. ഇരുമനസ്സുള്ളവരെ ദൈവം വെറുക്കുന്നു എന്ന് കൂടെ ഓർത്തോണം. ഓർത്താൽ ഒരു മനസ്സിലേക്ക് വരാം. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി മാറാം. ഇത് ഉള്ള കാര്യം കേട്ടോ, തുറന്ന് നമ്മൾ അറിയേണ്ട കാര്യമാണ്. നമ്മൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ് എന്ന് ഉറപ്പിച്ചിരിക്കുകയല്ല. നമ്മൾ ഒരു ഭാഗം ക്രിസ്തുവിന്റെ മനസ്സുള്ളവരും മറുഭാഗം എതിർ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരുമാണ്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് കുറ്റം സമ്മതിച്ച് ദൈവസന്നിധിയില് താണ് വീണ് മുട്ടിച്ചപേക്ഷിക്കണം. തക്ക സമയത്ത് കട്ടപിടിക്കും. എവിടെ നിന്ന്? എതിർ ക്രിസ്തുവിന്റെ പക്ഷത്ത് വിടുവിച്ച് ക്രിസ്തുവിന്റെ പക്ഷത്തുള്ളവരാക്കി. ഇത് കൃപാകാലമല്ല കേട്ടോ, ഇത് ദുഷ്കാലമാകയാൽ സമയത്തക്കത്തിൽ ഉപയോഗിക്കണം. ലോകം പഠിപ്പിക്കുന്നത് കൃപാകാലം, ഇത് കൃപായുഗം. ബൈബിൾ പഠിപ്പിക്കുന്നു ഇത് ദുഷ്കാലമെന്ന്. അവർക്ക് കൃപാകാലമല്ലേ ഇപ്പൊ? അതെ, കൃപാകാലമാണ്. ആർക്ക്? ക്രിസ്തുവിന്റെ പക്ഷത്ത് തിരിയുന്നവർക്ക് കൃപാകാലം. സ്തോത്രം. അവകാശം ദാവീദ് എന്ന മനുഷ്യന്റെ കാലഘട്ടത്തിൽ കൃപാകാലമല്ലേ? യെശയ്യാ പ്രവാചകന്റെ കാലത്ത് കൃപാകാലമല്ലേ? സഖറിയ പ്രവാചകന്റെ കാലത്ത് കൃപാകാലമല്ലേ? അല്ലേ? കൃപ നാണിക്കല് കയറ്റിയത് കൃപാകാലമല്ലാത്തതുണ്ടോ? കൃപായുഗം ഇപ്പം വേർതിരിച്ച് വെക്കാനുള്ളതല്ല. നോഗോപദേശിയുടെ കാലത്ത് കൃപായുഗം അല്ലേ? എപ്പോഴാണ് കൃപായുഗം അല്ലാത്തത്? ഹാബേല് എന്ന മനുഷ്യൻ വഴിപാട് കഴിക്കാൻ പോയില്ല. അപ്പോഴേ അദ്ദേഹത്തിന് കൃപയായിരുന്നു, മറ്റൊരു ദുഷ്കാലമായിരുന്നു. ഒരേ സമയം. ചില ആൾക്കാർ പറയില്ലേ സമയം മോശം. ആരെങ്കിലും നമ്മൾ ഏതെങ്കിലും തിരിച്ചറിവില്ലാതെയോ തിരിച്ചറിവോട് കൂടിയോ നമ്മൾ ആരെങ്കിലും ഒന്ന് സമയം മോശമെന്ന് അവരെ കുറിച്ച് പറയുന്നെങ്കിൽ, അല്ലെ നമ്മളെ കുറിച്ച് തന്നെ ആരെങ്കിലും ഇങ്ങോട്ട് പറയുന്നെങ്കിൽ, ഇപ്പൊ സമയം നിങ്ങൾക്ക് സമയം മോശമാണ് എന്ന് പറയുന്നെങ്കിൽ അവരെ മൊബൈലിൽ പെട്ടെന്ന് നോക്കണം എത്ര സമയം മണിയായിട്ട്. നമ്മുടെ മൊബൈൽ കാണിച്ചു കൊടുക്കണ്ട. നിങ്ങൾക്ക് നമുക്ക് ഒരേ സമയമാണ്. ആരെങ്കിലും സമയം മോശമൊന്നുമില്ല കേട്ടോ. സ്തോത്രം. ആ ബന്ധനത്തെ അവിടെ വെച്ച് അഴിക്കണം. അറിവില്ലായ്മയാണ് ആ ബന്ധനം. ആർക്ക് സമയത്തിന് വ്യത്യസ്തതയൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു മണി സമയം തന്നെ എനിക്ക് ഒരു മണി. അമേരിക്കയിൽ പോയി ചിലപ്പോൾ പകലിന് അതിന് വ്യത്യാസങ്ങൾ അത്രയേ ഉള്ളൂ. രാജ്യങ്ങൾ മാറുമ്പോൾ അതിന്റെ സമയ വ്യത്യാസങ്ങൾ എത്രയേ ഉള്ളൂ. സ്തോത്രം. അതൊന്നും നമുക്ക് ബാധകമല്ല. നമ്മുടെ അറിവില്ലായ്മകളുടെ പല പ്രശ്നം ഉണ്ടാക്കുന്നത്. അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്കുള്ള യാത്രയാണ് ക്രിസ്തീയ ജീവിതം.
അതുകൊണ്ട് നമ്മൾ ഇത് ദുഷ്കാലമാകയാൽ ഇവിടെ വരും, ഇത് ദുഷ്കാലമാകയാൽ സമയം എന്ത് ചെയ്യണം? തക്കത്തില് വായിക്കാനായാലും കൂട്ടായ്മ ആചരിക്കാനും പ്രാർത്ഥിക്കാനാണെങ്കിലും പ്രബോധിപ്പിക്കാൻ ഏത് കാര്യത്തിലും സമയം ചെയ്യണം, തക്കത്തിൽ ഉപയോഗിക്കണം. തക്കത്തിൽ സമയം ഉപയോഗിക്കുന്നതിൽ എന്ത് ചെയ്യും? അവരെ ദൈവം എന്ത് ചെയ്യും? തക്ക സമയത്ത് കേൾക്കും. അല്ലെ, വിശ്വസിക്കുന്നവരല്ല ഉയർത്തുന്നത്, തക്കത്തിൽ സമയം ഉപയോഗിക്കുന്നവരെ തക്ക സമയത്ത് ഉയർത്തും. ഭൗതികമായിട്ടല്ല കേട്ടോ, ഉയരങ്ങളെ ചിന്തിക്കാൻ വേണ്ടി ചിന്തയെ ഉയർത്തിക്കൊണ്ട് ഉയരങ്ങളിൽ കൊണ്ടുപോകും. യെഹെസ്കേലിനെ ആത്മാവെടുത്തോണ്ട് പോകും, നമ്മുടെ ചിന്തയെ ആത്മാവെടുത്തോണ്ട് പോകും. ഹല്ലേലൂയ. ഇതൊക്കെ അനുസരണത്തിന് കീഴിൽ നിൽക്കുന്നവർക്ക് മാത്രമാണ്. അല്ലാത്തവർക്ക് ഇങ്ങനെ ഭാവനയിൽ കണ്ടിങ്ങനെ യാത്ര തുടങ്ങുന്ന സ്വപ്നം കാണും പോലെയാ. നിങ്ങൾ ദൈവം കൊണ്ടുപോയി എന്നൊക്കെ പറയാം. ദൈവത്തിൽ പ്രിയം വയ്ക്കുന്നവർക്ക് കൃത്യമായി സംഭവിച്ചിരിക്കും. അവർ വചന ധ്യാനത്തിലായിരിക്കും, വചന ധ്യാനമായിരിക്കും അവരുടെ ജീവിതം. അങ്ങനെ അപ്രകാരം നമ്മുടെ ജീവിതത്തിന്റെ ക്രമീകരണങ്ങൾ ക്രമീകരിക്കേണ്ടത് ദൈവാത്മാവ് നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുക. എന്നാണ് സങ്കീർത്തനകാരൻ പറയുന്നത്? സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. തന്റെ നടപ്പ് ക്രമപ്പെടുത്തുന്നവർക്ക് ദൈവം രക്ഷയെ കാണിച്ചു കൊടുക്കും. രക്ഷ കൊടുക്കുമെന്നുള്ള രക്ഷയെ കാണിച്ചു കൊടുക്കും. എല്ലാരും പറയുന്ന രക്ഷ കിട്ടിയെന്നാണ്. ഇവിടെ കണ്ടുപോലില്ല രക്ഷ. പെന്തക്കോസ്തിലെ രക്ഷയെ കണ്ടോ? രക്ഷയെ കണ്ടോ? പക്ഷെ എലിസബത്ത് കണ്ടു, പെന്തക്കോസ്തിലെ കണ്ടില്ല. കാരണം ദൈവം കാണിച്ചു കൊടുക്കൂല. എന്താ കാണിച്ചു കൊടുക്കാത്തത്? രക്ഷയെ കാണിച്ചു കൊടുക്കാത്ത എന്താ? നടപ്പിനെ ക്രമപ്പെടുത്താത്തതുകൊണ്ട്. നടപ്പിനെ ക്രമപ്പെടുത്തണമെങ്കിൽ വചനത്തിൽ പ്രിയം വയ്ക്കണം. വചനപ്രകാരമാണ് ക്രമപ്പെടുത്താറുള്ളത്. വചനപ്രകാരം നടപ്പ് ക്രമപ്പെടുത്തണമെങ്കിൽ വചനത്തിൽ പ്രിയം വയ്ക്കണം. പ്രിയം വെച്ച് ധ്യാനമാവണം. എന്നാലും നടപ്പ് ക്രമപ്പെടാൻ പറ്റും. ക്രമപ്പെടുത്തിയ രക്ഷയെ കാണിച്ചു കൊടുക്കുള്ളൂ. രക്ഷ കൊടുക്കുന്ന പിന്നീട്. ഇവിടെ രക്ഷയ്ക്ക് പെട്ടെന്ന് ചാടുന്ന വ്യാജത്തെ നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിയാൻ യാത്ര ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഉണർത്തുന്ന ഉണർവുകൾ നമ്മൾ വൃഥാവായി കാണാതെ ഉത്സാഹത്തോടും ഉണർവോടും കൂടെ അതിനെ ജാഗ്രതയോടെ ജീവിതത്തിൽ അനുഭവിച്ചറിയേണ്ടതിന് നമുക്ക് എല്ലാവർക്കും സമർപ്പിക്കാം. എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം. ഈ കാര്യത്തിലൊന്നും നമുക്ക് മടിയല്ല വേണ്ടത്, ഉത്സാഹമാണ്. ഉദാസീനതയല്ല വേണ്ടത്, ഉത്സാഹമാണ്. ഉത്സാഹി ഉത്തമനായി മാറും. ദൈവത്തിന്റെ ന്യായപ്രമാണം ഉത്തമമാണ്. ഉത്സാഹമുള്ളവർ ഉത്തമന്മാരായി മാറും. അതായത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ പ്രിയമുള്ളവരായി മാറും. പ്രിയമുള്ളവർക്ക് പ്രിയമുള്ളവരെ എന്ന് വിളി വേണം. അവർക്കാണ് വാഗ്ദത്തം, നിത്യ ജീവൻ എന്ന വാഗ്ദത്തം അവർക്ക്. അപ്രകാരം നാമും പ്രിയമുള്ളവരായി മാറും. ദൈവവചനത്തിൽ പ്രിയമുള്ളവരായി മാറും. അനന്തരഫലമായി ദൈവം നമ്മെ പ്രിയമുള്ളവരായി കാണുക. നമുക്കെല്ലാവർക്കും നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഇതിലൊന്നിലും നമ്മൾ തികവുള്ളവരെന്നല്ല പറയുന്നത്. ദൈവവും പറയുന്നില്ല ഇതിലൊന്നും നമ്മൾ തികവുള്ളവരാണെന്ന്. ഇതിലെല്ലാം നമ്മൾ കുറവുള്ളവരാണ്. വചനം കേൾക്കുമ്പോഴൊക്കെ നമ്മൾ കുറവുള്ളവരുടെ ബോധം വരും. ന്യായപ്രമാണം ഇടയിൽ ചേർന്ന് വരും. പാപത്തിന്റെ പരിജ്ഞാനം തരുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഇടയിൽ പ്രവർത്തിക്കും, പാപബോധം തരാൻ വേണ്ടി. അവിടെയാണ് ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുന്നത്, പാപപരിഹാരകനായി. ഹല്ലേലൂയ. അതുകൊണ്ട് കേൾക്കുന്ന വചനപ്രകാരം നമ്മൾ തികഞ്ഞവരെന്നല്ല, കുറവ് തീർന്നവരെന്നല്ല, കുറവുള്ളവരെന്നും ബലഹീനതയുള്ളവരെന്നും വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവവചനം വെളിപ്പെടുമ്പോൾ ദൈവവചനം പറയുന്നവരടക്കം ആരും തികഞ്ഞവരല്ല. കുറവ് സമ്മതിക്കുന്നവർക്ക് കുറവ് പരിഹരിക്കപ്പെടും, കുറവ് സമ്മതിക്കാത്തവർക്ക് കുറവ് പരിഹരിക്കപ്പെടില്ല. നമുക്ക് കുറവുകൾ പരിഹരിക്കപ്പെടണം. കുറവ് എന്തായി മാറണം? നിറവായി മാറണം. കുറവ് നിറവായി മാറണമെങ്കിൽ കുറവ് സമ്മതിക്കണം. വെറും പാത്രത്തെ വെറും പാത്രമെന്ന് പറയണം. വെറും പാത്രമെന്ന് സമ്മതിക്കണം. എന്നിട്ട് വചനത്തിൽ പ്രിയമുള്ളവരാകുവാൻ വിശപ്പ് ദാഹമുള്ളവരായി മാറും. പിന്നെ ആർത്തിയുള്ളവരായി മാറും.
ആർത്തിയുടെ അനന്തരഫല തൃപ്തി വരും. ആ തൃപ്തിക്ക് പകരം വയ്ക്കാൻ വേറെ ഒന്നുമില്ല. ആ തൃപ്തി സൗജന്യമാണ്. അതിനായി നമുക്ക് എല്ലാവർക്കും സമർപ്പിച്ചു പ്രാർത്ഥിക്കാം.